ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നതോടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ ഇനി വളരെ കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇനി വ്യൂ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ആളുകളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു തോന്നലുകൊണ്ട് പിന്നീട് വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഒക്കെ ഒന്നുള്ള ആ ഒരു ഉഷാറങ്ങോട്ട് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഇപ്പം ചില ആളുകൾക്കൊന്നും ഇതുപോലത്തെ വീഡിയോസൊന്നും ഇഷ്ടമാവണമെന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. ചിലവർക്ക് ഇതുപോലത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഒക്കെ കാണാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാട്ടോ ഇന്നലെ നല്ല പെരും മഴയിനു. മഴ എന്ന് പറഞ്ഞാൽ വെറും മഴയല്ല കേട്ടോ, ഇടി മിന്ന് കാറ്റ് അങ്ങനെ പെരും മഴ പറഞ്ഞാൽ പെരും മഴ. ഇപ്പം മഴ പെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും കൂട് കയറി വീട്ടിലിരിക്കുന്ന ആ ഒരു സമയത്താണ് പെയ്യണത്. അപ്പം നമ്മൾ അവിടെ കെട്ടിയ ടാർപ്പായൊക്കെ എല്ലാം കൂടെ പാറി പോയിട്ടുണ്ടായി. മഴയത്ത് നല്ല വാഴയല്ലതാ 2-3 വാഴയൊക്കെ ഒടിഞ്ഞ് വീണ് ആകെ എല്ലാം കുൽത്തായ മഴ ഇനി കേട്ടോ. അടുക്കളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പുള്ള അടുക്കള ഉണ്ടല്ലോ, ആ അടുക്കളയൊക്കെ ഫുള്ളും വെള്ളം ഇനി കേട്ടോ. ആ ഷീറ്റ് പാറിപ്പോയിട്ട് പിന്നെ അടുക്കള കുളമായ മഴ കഴിഞ്ഞിട്ടോ ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീച്ച് അതൊക്കെ നന്നാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതേ കേട്ടോ. മഴ പെയ്തിട്ട് എന്താണ് ഇപ്പോൾ പുറത്തത്തൊക്കെ ഒരു അവസ്ഥ എന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെ ഇറങ്ങി ഒന്ന് അതിലൊക്കെ നടക്കണ നേരത്താണ് ഒന്ന് പറമ്പിലേക്ക് പോയിട്ട് ഒരു കുമ്പളങ്ങ ഉണ്ടായിന്. എന്നാൽ പിന്നെ അതങ്ങോട്ട് പറിച്ചു കൊണ്ടുവരാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്നും ദോശക്കുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശക്ക് കൂട്ടാൻ എന്തായാലും മീൻ കറി ഉണ്ട്, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനിതാ ഒരു കുമ്പളങ്ങേൻ്റെ കുറച്ചൊരു പകുതിയും കൂടെ പറിച്ചു കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയതേനി കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി മത്തനേനി കേട്ടോ. ഇതിനെക്കാട്ടി നീളം ഉണ്ടായിരുന്നു, നല്ല നീളം ഉണ്ടായിന് കേട്ടോ. ഞാൻ കഷ്ണം താത്ത വന്നിട്ടുണ്ടായി ഏട്ടൻ്റെ, അപ്പോൾ ഓർക്ക് കഷ്ണം മുറിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിന് കേട്ടോ. ബാക്കി അങ്ങനെ വെച്ചതേനു. ഇനിയിപ്പോൾ ഇത് മുറിച്ചിട്ട് ചെറിയൊരു കഷ്ണം സാമ്പാറിലേക്ക് ഇടണം. പിന്നെ ബാക്കിയൊരു ചെറിയൊരു കഷ്ണം അനിയൻ്റെ വീടിൻ്റെ അടുത്ത് ഓക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടിയാലും ഞാൻ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കലുണ്ട് കേട്ടോ. ഇത് ഇക്കാക്ക് ഒരു ചേച്ചി കൊടുത്തതാണ്. സ്കൂൾ ട്രിപ്പ് എടുക്കുമ്പോൾ ഇതൊരു കുട്ടീൻ്റെ അമ്മേറ്റാണ്. അവരെ വീട്ടിൽ ഒരു സാധാരണയല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ നീണ്ട മത്തം കാണുന്നത്. അപ്പം അതൊക്കെ ഒന്ന് പിന്നെ എന്താക്കുക, ഒരു സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക. എന്നാൽ ദോശക്ക് ഇനിയിപ്പോൾ മീൻ കറി തികയൂല വെച്ചാൽ അത് കൂട്ടുകയും ചെയ്യാം, ചോറിനുള്ള കറിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ആ ഒരു മത്തനും കുമ്പളവും ഉരുളക്കിഴങ്ങും പിന്നെ 2 വെണ്ടക്കേൻ്റെതും ഉണ്ടായിരുന്നു. തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് പരിപ്പ് ഇത്രയൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അരക്കണമൊന്നുമില്ല, വെറുതെ പൊടി ഇട്ടിട്ട് അങ്ങനെ വറവിട്ടെടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പിൽ സാമ്പാർ വേവിക്കാനും വെച്ചാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നാസിമോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ, ഭയങ്കര ഇഷ്ടമാണ് ഓനക്ക്. ആ ചൂടോടെ ഇങ്ങനെ ചുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചായയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാസിമോനക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല ചൂട് കുറച്ച് മധുരമുള്ള നല്ലൊരു കട്ടൻ ചായയും കുറച്ചൊരു മുരിപ്പിച്ചടിച്ച ഇങ്ങനത്തെ ഒരു നീർദോശയൊക്കെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ആ ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. സാധാരണ പറയും കുട്ടികൾ കഴിക്കണ മാതിരി, അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഉപ്പച്ചീൻ്റെയും ഉമ്മാൻ്റെയൊക്കെ കുട്ടികൾ തന്നെയാണല്ലോ. അപ്പം പിന്നെ ഞമ്മക്കും കഴിക്കാമല്ലോ. എനിക്ക് ആദ്യം മുതലേ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു നീർദോശ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉഴുന്ന് ദോശേനോടൊന്നും എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. പക്ഷേ നിച്ചുമോക്കൊക്കെ ഇവിടെ ഉഴുന്ന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുക്കണത് രാവിലെയാണ് കേട്ടോ. രാവിലെ പറഞ്ഞാൽ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയച്ചപാട് ഇരുന്നതാണ്. അപ്പോൾ ഉറക്കത്തുനിന്ന് ആരും എണീച്ച് വന്നപാട് നമ്മൾ അധികം സംസാരിക്കൊന്നും ചെയ്യാതെ നമ്മളെ തൊണ്ടക്കുള്ളൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ തൊണ്ടക്കേ. അതാണ് സൗണ്ട് ഒരു വലിയൊരു സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തിരിയുന്നുണ്ടാവില്ല. അങ്ങനെ ഞാനിതാട്ടോ ദോശ അപ്പുറത്തുനിന്ന് ചുടുന്നുകൊണ്ട് ഇപ്പുറത്ത് പിന്നെ നമ്മളെ സാമ്പാറും കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ആണെങ്കിൽ ഒരു വിസിൽ കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഓഫാക്കാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ
ഒരു 3 വിസിലെങ്ങാനും വന്നീനു. അപ്പോൾ അതൊന്ന് കുറച്ച് വെന്ത പോലെ ആയിട്ടുണ്ടേനി. പിന്നെ അതിൽ വെള്ളവും ഇല്ലാണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളകും പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, ഇത്രയും പൊടികളൊക്കെ ഒന്ന് എണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുത്ത് കടുക് പൊട്ടിച്ചിട്ട് അതിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മളൊരു വേവിച്ച സാമ്പാറിൻ്റെതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കറിയും അവിടെ സെറ്റാക്കി വെച്ചാണ്. പിന്നെ ദോശയും ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ ആ ചൂലും എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ കാര്യമായിട്ട് അടിച്ചു വരാനൊന്നും ഇല്ല കേട്ടോ. മുറ്റത്ത് പുല്ലിങ്ങനെ മുളയ്ക്കാന്നല്ലാതെ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആരോ ആണെന്ന് തോന്നുന്നുണ്ട്. പരിസരം കണ്ടിട്ട് ഫുള്ളും കാടാണ്, പേടിയാവണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. കാട് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ആഴ്ചക്ക് ചെത്തിച്ചാലും മുറ്റം വൃത്തിയാക്കി ചെത്തിയാലും ഇതേപോലെ പുല്ല് വരികയാണ് കേട്ടോ. ഇപ്പം മുറ്റം ചെത്തി വൃത്തിയാക്കിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇതാ രണ്ടാമത് വീണ്ടും ഇതുപോലെ വന്ന് ഇത് മുറ്റം ചെത്തൽ തന്നെയാണ് കേട്ടോ നമുക്ക് പണി. കുറേ മരുന്നും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മഴ പെയ്യുന്ന സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ മഴ പെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് ഭാഗം ഒന്ന് കൈ കൊണ്ട് പറിച്ചാൽ കിട്ടൂല ഈ പുല്ല്. ഒരു സൈസ് ഒരു വയൽ ഭാഗത്ത് വരുന്നൊരു പുല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൈ കൊണ്ട് പറിച്ചാൽ കിട്ടാത്തൊരു സൈസ് പുല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ഭാഗമൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചെത്തിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ മഴയായി. ഇനിയിപ്പോൾ കുറച്ചായിട്ട് ഓരോരോ ഭാഗം വൃത്തിയാക്കണമെന്നുണ്ട്. പക്ഷേ ഒക്കെ മഴ ആയതുകൊണ്ട് ഒന്നും നടക്കൂല. അപ്പം അടിച്ചു വരാനൊന്നും ഇല്ല. എന്നാലും ഒന്ന് ചൂലെടുത്ത് വെറുതെ അതിലേ നടന്നില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. അപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ വന്നു. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയാണ്. ദോശയും പിന്നെ മീൻ കറി തന്നെ ഉണ്ടായിന് കേട്ടോ. പിന്നെ സാമ്പാർ അങ്ങനെ തന്നെ ഉണ്ട്. ഉച്ചക്ക് ചോറിനും രാത്രിക്കേക്കും ഉണ്ടാവും. പിന്നെ ഞാൻ വേഗം സാമ്പാർ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതലായിപ്പോവും കേട്ടോ വെച്ചാൽ. അപ്പം ഞാൻ വേഗം വന്നിട്ട് ഉഴുന്നും അരിയും വെള്ളത്തിലിടലാണ്. ഇഡ്ഡലിയോ ഉഴുന്ന് ദോശയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് സാമ്പാർ നല്ല ചേരുമല്ലോ. അപ്പോൾ പിന്നെ അതിനുള്ള അരിയും കൂടെ ഒന്ന് വന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചെണീച്ചതാ നേരെ തീയൊന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. തീയാണെങ്കിൽ കത്തുന്നേ ഇല്ല. മഴ പെയ്ത് ഉള്ള വിറകൊക്കെ നനയണം ചെയ്തിട്ടുണ്ട്. അതാന്ന് തോന്നുന്നത്. ആകെ പുകഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുകഞ്ഞ് ലാസ്റ്റ് ഒറ്റ കത്തലായിട്ട് കത്തിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചു. അടിച്ചു വാരി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുള്ളൂ കേട്ടോ. ഒക്കെ പെറുക്കി കൂട്ടി ആ സിങ്കിൻ്റെ അടുത്ത് അങ്ങനെ കൂമ്പാരായിട്ട് കൊണ്ടുപോയി കൂട്ടി വെക്കും. എന്നാലും എന്താ പറയുക, അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വീടിനൊരു വൃത്തിയാണല്ലോ. ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കയറി വന്നാലും ഒക്കെ വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ തുടക്കാൻ കുറച്ച് നേരം വൈകിയാലും അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീടൊന്ന് കുറച്ച് നല്ലൊരു നീറ്റായിട്ട് വൃത്തിയായിട്ട് നിൽക്കുമല്ലോ. അപ്പം ഞാനൊന്ന് ആദ്യം വേഗം ചായ കുടിച്ചാണ് എണീറ്റാൽ പിന്നെ വേഗം ചെയ്യുന്ന പണി അതാണ് കേട്ടോ. എല്ലായിടത്തും ഒന്ന് ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ കിടന്നെണീച്ചതും കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ ഓരോന്ന് വലിച്ചിട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. ദീപാവലീൻ്റെ ആ ഒരു ലീവല്ലേ തിങ്കളാഴ്ചത്തെ, അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ സ്കൂളൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ചായയൊക്കെ കുടിച്ച് പുറത്ത് കളിക്കുന്നുണ്ട്. നാഫിമോൻ എവിടെയോ കളിക്കാൻ പോയിട്ടുണ്ട്. നിച്ചുമോളും ചെറുതും മുറ്റത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികൾ തീർക്കുകയാണ്. ബിഗ് ബോസ് കാണണേ, 12 മണിക്ക് ബിഗ് ബോസ് ഉണ്ടല്ലോ പകൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലുള്ള പണിയെടുക്കലാണ് കേട്ടോ. ഞാൻ രാത്രി കാണാൻ ഇക്ക സമ്മതിക്കൂല, ബിഗ് ബോസ് വെക്കൂല. ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാർത്ത, കളി, ഫുട്ബോൾ അങ്ങനത്തതൊക്കെ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും കാണാൻ സമ്മതിച്ചില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡൊന്നും ഇരുന്ന് കാണുന്നില്ല കേട്ടോ. ശനി ഞായറും മാത്രമേ ഞാൻ കാണുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടി തിരക്കിട്ട് വേഗം 12 മണിയാകുമ്പോഴേക്കും പണി തീർക്കണമല്ലോ, അതിനുള്ള വെപ്രാളത്തിലാണ്. അപ്പോൾ മറ്റൊരു രണ്ടാളിപ്പോൾ അതാ അതിലൊക്കെ നടന്ന് പോയി അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് എന്തോ പറയാൻ വേണ്ടിയിട്ട് നിച്ചുമോള് വന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചെറുതും ഉണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും വേഗം പാത്രമൊക്കെ കഴുകി തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇതിൻ്റെ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ആയപ്പോൾ തന്നെ നമ്മളതാ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്. റേഷൻ അരീൻ്റെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വെന്ത് അതും വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ കറിയും ഉണ്ട്. ഇനി വല്ല മുട്ടയറ്റം പൊരിച്ചിട്ട് ചോറ് വയ്ക്കാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പേരി എനിക്ക് അതിന് മടിയാകും കേട്ടോ. ചില ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഉപ്പേരിയും കൂടെ ഒക്കെ വേണ്ടി വരുവേ. ഞാൻ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കും. പക്ഷെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒപ്പിക്കാം, ഇന്നിപ്പോൾ അത് മതി, അല്ലെങ്കിൽ വൈകുന്നേരം വേറെ എന്തെങ്കിലും ആക്കാമെന്നൊക്കെ വിചാരിക്കും. മീൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞതേന് കേട്ടോ. അതിൻ്റെ തലേന്നും മീൻ
അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ കൂട്ടുമ്പം മടുത്തു പോകില്ലേ. അപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടേനു. സാമ്പാറും മുട്ട പൊരിച്ചതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചത് കഴിഞ്ഞിട്ടോ ഇന്ന്. പിന്നെ നല്ല മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ തുണി ആറിടുക ഇതും കൂടെ തന്നെ ഉള്ളൂ. അലക്കാനുള്ളത് ഞാൻ കല്ലിൽ അലക്കാനുണ്ടായിനി കുറച്ച്. അപ്പോൾ പിന്നെ അതൊന്ന് അലക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വെള്ളം പിയ്യാൻ വേണ്ടിയിട്ട്, മഴ ആയതുകൊണ്ട് തന്നെ ഇടുന്ന തുണികളൊന്ന് വേഗം ഉണങ്ങി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ ചെറുതായിട്ടൊരു വെയിലുണ്ടായിരുന്നു. അപ്പോൾ മെഷീനിൽ ഉണക്കി ഇടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് കഴിക്കലും പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.